ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഗ്രേസമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. തെളിവ് സഹിതം കാണിച്ചും കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തൻ്റെ പേരക്കുട്ടി എവിടെയാണെന്നായിരിക്കും അടുത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ മകൻ മരിക്കുമ്പോൾ മകൻ്റെ കാമുകിയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞുണ്ടായിരുന്നു എന്നൊരു സംശയം അവർക്ക് ഉടലെടുക്കുകയാണ്. ഇനി അവളെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഗ്രേസമ്മയുടെ വീട്ടിലേക്ക് മാമച്ചൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും മകനും കൂടെ അങ്ങോട്ട് വരുന്നത്. സഹോദരൻ്റെ മകനെ ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഹോസ്റ്റലിൽ നിർത്തണമായിരുന്നു. പക്ഷേ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം സ്വന്തം നാട്ടിൽ തന്നെ മാമച്ചൻ്റെ വീടുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്ന് ചിന്ത കാരണം അവിടെ നിർത്താം എന്നും പറഞ്ഞ് നേരെ അനുവാദം ചോദിക്കാനായിട്ട് മാമച്ചൻ്റെ വീട്ടിലേക്ക് വരുവാണ്. പക്ഷേ ഗ്രേസമ്മയ്ക്കും മാമച്ചനും അത് തീരെ ഇഷ്ടമാകുന്നില്ല. അതും പോരാഞ്ഞിട്ട് വന്ന പടത്തിന് രേവതിക്കുട്ടീനെ അങ്ങ് കുറ്റം പറയാൻ തുടങ്ങിയിട്ട് മാമച്ചൻ്റെ സഹോദരൻ്റെ ഭാര്യ അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഗ്രേസമ്മയോട് പറയാണ്, എടി ഗ്രേസമ്മേ, നീ ഒന്ന് ആലോചിച്ചോ, ഈ വന്ന് കൊണ്ട് നിർത്തിയിരിക്കുന്ന ജോലിക്കാരി പെണ്ണില്ലേ, അവൾ സൂക്ഷിക്കണം. അവൾ അത്ര ശരിയല്ല. അവളുടെ ഭാവവും മട്ടും ഒക്കെ കണ്ടാലേ നിങ്ങളങ്ങോട്ട് എല്ലാം തീരെ എഴുതി കൊടുത്തതുപോലെ അവളുടെ ഒരു വിചാരം. പിന്നെ ഇത് അതിര് കടന്നാലേ ശരിയാകത്തില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പാവം ചമഞ്ഞ് കൂടും, എന്നിട്ട് സ്വത്തുക്കളെല്ലാം അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, നിങ്ങളുടെ ജീവന് ആപത്തുമാവും എന്നൊക്കെ പറയാം. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. കാരണം ഇവിടുന്ന് അലീന തിരിച്ചു പോകുന്ന സമയത്ത് അലീന രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെക്കാളും പ്രിയപ്പെട്ടതായിട്ട് ഇവർക്ക് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളും സ്നേഹം ചിലപ്പോൾ അവർക്ക് കൊടുക്കുമെന്ന്. ഇതൊക്കെ നമ്മുടെ രേവതിക്കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായിട്ട് രേവതിക്കുട്ടി കരഞ്ഞും കൊണ്ട് അവിടുന്ന് ഓടി മുറിക്കകത്തേക്ക് കയറി പോവാട്ട്. മാമച്ചനും ഗ്രേസമ്മയ്ക്കും രേവതിക്കുട്ടിയെ കുറ്റം പറയണത് തീരെ പിടിക്കണില്ല. അതുപോലെ തന്നെ നിൻ്റെ മകനെയും മകളെയും ഒന്ന് ഇവിടെ നിർത്തണ്ടെന്ന് തുറന്ന് പറയാണ്. പക്ഷേ അവർ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ ഇപ്പം ഇവിടെ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ ദൂരെ കൂടെ പറയല്ല വേണ്ടത്. അതല്ല, ഇവിടെ ഇപ്പോൾ ഒരു പെങ്കൊച്ചുണ്ട്, അതിനിടെ കൂടെ ഇങ്ങനെ ഒരു പയ്യന്മാരെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുന്നത് ശരിയാണോ? പിന്നീട് അത് പ്രശ്നങ്ങളാവില്ലേ? എന്ത് പ്രശ്നം? അവൾ ജോലിക്കാരി പെണ്ണല്ലേ, ജോലി മാത്രം ചെയ്ത് അവിടെ നിന്നാൽ മതി. എൻ്റെ മോൻ്റെ കാര്യം അവൾ അന്വേഷിക്കേ വേണ്ട. പിന്നെ ഇവിടെ അവൾ ജോലി ചെയ്യുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിലൊരു പങ്ക് എൻ്റെ മകനും കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ വന്ന പാടത്തിന് മൂക്കുമുട്ടനെ കഴിച്ച് നല്ല ഭക്ഷണം. എന്നിട്ട് രേവതിയുടെ ഫുഡിനെ കുറേ കുറ്റം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രേസമ്മ ഉടനെ ചോദിക്കുന്നുണ്ട്, അതിന് രേവതി ഉണ്ടാക്കുന്ന ഫുഡൊന്നും അത്ര ടേസ്റ്റ് ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ നിൻ്റെ മോനെങ്ങനെയാണ് അതൊക്കെ കഴിക്കാൻ ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് അവൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇത്രയും സ്വത്തും വലിയ വലിയ വീടും വലിയ മുറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നീയും മാമച്ചനും മാത്രമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരാളെനക്കൊക്കെ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവസാനം ഗ്രേസമ്മ പറയുന്നുണ്ട്, ശരി, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞ് ഗ്രേസമ്മയ്ക്ക് മാമച്ചനും ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ പാവം നമ്മുടെ രേവതിക്കുട്ടിക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. ഇതേസമയം അലീനെ എങ്ങനെ തകർക്കാം, എങ്ങനെ തൻ്റെ വരുതിയിൽ വരുത്താം എന്ന് ഹരി പ്ലാൻ ചെയ്യുകയാണ്. എന്നിട്ടൊരു ക്യാപ്സൂൾ എടുക്കുന്നുണ്ട്, മരുന്നിൻ്റെ ഒരു ക്യാപ്സൂൾ. ആ ക്യാപ്സൂൾ പൊട്ടിച്ച് അതിനകത്തുള്ള മരുന്നുകളെല്ലാം മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് മയക്കുമരുന്ന് പോലുള്ള ഒരു പൊടി അതിനകത്ത് നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അത് നമ്മുടെ രോഹിത്തിനെ വിളിച്ച് വീഡിയോ കോൾ വഴി കാണിക്കുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, എടാ, അവളെ വീഴ്ത്താനുള്ള എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്, ഇത് കണ്ടല്ലോ. എടാ, അവൾ ചത്തങ്ങാനും പോവോ? ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. ഒരു ദിവസം ആളില്ലാത്ത സമയത്ത് നമുക്ക് അവളെ ഇത് കൊടുത്തങ്ങ് കീഴ്പ്പെടുത്താം. പിന്നെ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് നടന്നോളും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പക അത് വീട്ടാനുള്ളതാണ് എന്ന് പറഞ്ഞാട്ടോ. പക്ഷേ നമ്മുടെ മനു തിരിവച്ച് അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി വന്നതിന് ശേഷം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഒരു കൂട്ടുകാരിയും അങ്ങോട്ട് വരുന്നുണ്ട്. തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ കൂട്ടുകാരിയെയും വിളിച്ച് കടപ്പാട്ടയ്ക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, മുത്തശ്ശിയെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷെ കമലയ്ക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. കമല പറയുന്നുണ്ട്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ കടപ്പാട്ടയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല, നീ ആരെ കാണാനാടാ അവിടെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് മുത്തശ്ശിയെ കാണാൻ പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നേരെ മുത്തശ്ശിയെ കാണാനായിട്ട് കടപ്പാട്ടയ്ക്ക് വന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും വൈജ രാവിലെ തന്നെ ജോലിയൊക്കെ പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇപ്പം വന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്കെന്താ
വന്നുകൂടെ എൻ്റെ മുത്തശ്ശി കാണാനും നിങ്ങളെല്ലാവരെയും കാണാനായിട്ട്? കാണാം കാണാം. പക്ഷേ മുത്തശ്ശി ഇവിടെ വരുന്നതിന് മുന്നേയും ഒക്കെ ഞങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും നീ ഇങ്ങനെ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പോഴാണ് മനു പറയണത്, ദൈവമേ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ എൻ്റെ പൊന്ന ആൻറ്റി. ഞാൻ നേരത്തെ എന്തായിരുന്നു, ഇവിടെയായിരുന്നോ ജോലി? അല്ലല്ലോ, ഞാൻ ബാംഗ്ലൂർക്കല്ലായിരുന്നോ? ഇപ്പോഴല്ലേ എറണാകുളത്തേക്ക് ജോലി മാറ്റം കിട്ടിയത്? അപ്പോൾ പിന്നെ ഓടി ഓടി വരാൻ പറ്റും. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ പോരെ. മുത്തശ്ശിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ആ, ഞാനായിട്ട് തള്ളിയിട്ട് കാല് വീണ്ടും ഓടിച്ചു എന്ന് പറയാനായിട്ട് മടിയായതുകൊണ്ട് പറയാം. നീ തന്നെ മുത്തശ്ശിയോട് പോയി ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞോളും. ഇനി ഞാൻ ബാങ്കിലോട്ട് പോയിക്കോട്ടെ. ശരി എന്ന് പറഞ്ഞ് വൈജ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് അകത്തേക്ക് കയറി ചെല്ലുന്ന മനു കാണുന്നത് മുത്തശ്ശി വയ്യാതെ വീണ്ടും കിടക്കാണ്. പോരാഞ്ഞിട്ട് ആ മുറിയിലെല്ലാം വല്ലാത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഒരു തരം തൈലത്തിൻ്റെയൊക്കെ മണം വരുന്നത്, എന്നാ പറ്റി? അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, എടാ മനു, നീ അറിഞ്ഞില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും? ഇല്ല മുത്തശ്ശി, എന്താ കാര്യം? കൊള്ളാം, വൈജ എന്നെ തള്ളിയിട്ടു, നീ അറിഞ്ഞോ? തള്ളിയിട്ടെന്നോ? എന്താ ഇത്? അങ്ങനെ മുത്തശ്ശി നടന്ന കാര്യങ്ങളെല്ലാം മനുവിനോട് പറയാം. മുത്തശ്ശി അപ്പം പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി ചെയ്തത് ഒട്ടും ശരിയായില്ല. ഓരോ വാശിപ്പുറത്ത് ഓരോന്നും ചെയ്തിട്ട് വീണ്ടും മുത്തശ്ശി എങ്ങനെ ആക്കി അല്ലേ? ഞാൻ വന്നപ്പോൾ കരുതി അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മുത്തശ്ശി പറയാം, എടാ എന്തായാലും കുറച്ച് നാളത്തേക്ക് നമ്മളിനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് ശരിയാവണവരെ അവളിവിടെ ഉണ്ടാവുമല്ലോ, നോക്കിക്കോ. അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കണ്ട. ആൻറ്റിക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ അവളെ പറഞ്ഞു വിടും. അങ്ങനെയല്ലടാ, ഞാനേ ഉടനെ തന്നെ നടക്കും, നീ നോക്കിക്കോ. അല്ലെങ്കിൽ തന്നെ അലീന എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എത്ര പെട്ടെന്ന് നടക്കും എന്ന് നിനക്കറിയോ? അത് ശരിയാ. പക്ഷേ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അലീനെ ആൻറ്റി പറഞ്ഞു വിടില്ലേ, ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യണ്ട, മുത്തശ്ശിയുടെ കാലൊക്കെ ശരിയായി, ഇനി നീ നിൽക്കണ്ടെന്ന് പറഞ്ഞു വിടില്ലേ? എന്നിട്ട് അലീനോട് പറയാം, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ അതുപോലെ കേൾക്കണം. നീ GDS ഒക്കെ പഠിച്ചതല്ലേ, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടി നീ പഠിച്ചോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടും. സർട്ടിഫിക്കറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ജോലി ഞാൻ തന്നെ ശരിയാക്കി തരാം എന്നിങ്ങനും അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ നീ ഒറ്റപ്പെട്ടു പോവില്ല. അത് തന്നെ അനീന പറയുന്നുണ്ട്, ഞാനും രേവതി കുട്ടിയും ഒക്കെ പഠിക്കാൻ മിടുക്കരായിരുന്നു. പക്ഷേ തുടർന്ന് പഠിക്കാൻ കഴിവില്ലഞ്ഞിട്ടല്ല, സാമ്പത്തികം, അതുകൊണ്ടാണ് ഞങ്ങൾ പഠിക്കാതിരുന്നത്. ഓ, അതിനിപ്പം നീ വിഷമിക്കണ്ട, ഞാനിവിടെ ഇല്ലേ, പിന്നെ ഞാൻ നിന്നെ സഹായിക്കാം. നീ പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, അതാണ് വേണ്ട. സ്വന്തം കാലിൽ നിൽക്കണം. അതിനു വേണ്ടി എൻ്റെ സഹായം വേണം, ഞാൻ ചെയ്തു തരാം കേട്ടോ എന്നാൽ എന്നോട് പറയാം കേട്ടോ മനു. എപ്പിസോഡ് തീരാം. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.